നമസ്കാരം പ്രിയമുള്ളവരെ. എൻ്റെ മിസൈലിങ് താടാ എന്നുള്ള നിലവിളിയാണിപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ, അമേരിക്ക ഇസ്രായേലിന് നൽകിയ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ചില കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ചില ഭൂഗർഭ അറകളും അവർ ആയുധം സംഭരിച്ചിരിക്കുന്ന അറകളും മറ്റും ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നോ രണ്ടോ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ പൊട്ടിയിട്ടില്ല, സ്ഫോടനം സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ ലെബനനിലുണ്ട്. അതിപ്പോൾ ഇങ്ങ് തരൂ, തിരിച്ചു തരൂ എന്നാണ് ഇസ്രായേലും അമേരിക്കയും ഒക്കെ പറയുന്നത്. ഇതിന് കാരണമുണ്ട്. ഇറാൻ്റെ കയ്യിൽ ഈ മിസൈലുകൾ എത്തുന്നതിനുള്ള സാധ്യത വളരെയധികമാണ്. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് ഈ മിസൈലുകളുടെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കുകയും അവർ അത്തരം മിസൈലുകൾ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകൾ അമേരിക്കയും ഇസ്രായേലും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ മിസൈൽ ഇങ്ങ് തിരികെ താടാ എന്ന് ഇപ്പോൾ ലെബനോനോട് പറയുന്നത്. എന്തായാലും ഇത് വലിയ ഒരു കോമഡിയാണ്. ഒരു രാജ്യത്തെ അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുവാൻ ഉപയോഗിച്ച മിസൈലുകൾ ഇപ്പോൾ തിരികെ തരാൻ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ നമ്മൾ ഇറാൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ, ഇറാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ, അതായത് മിക്കപ്പോഴും ഇത്തരം സാങ്കേതിക വിദ്യകൾ അമേരിക്കയുടെ കയ്യിൽ നിന്നൊക്കെ ശേഖരിച്ച് അവരുടെ മിസൈലിൻ്റെയും ഒപ്പം ഡ്രോണുകളുടെയും ഒക്കെ ഒരു പര്യാപ്തത വർദ്ധിപ്പിച്ചതായി മനസ്സിലാക്കാം. ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 2011 അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു ഡ്രോൺ അവരുടെ രഹസ്യ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി അമേരിക്ക വിക്ഷോഭിച്ചു, സ്റ്റെൽത്ത് ഡ്രോൺ. ആ ഡ്രോൺ അഫ്ഗാൻ ഇറാൻ അതിർത്തിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ ഇറാൻ അത് തോട്ടി വെച്ച് പിടിച്ചു. എന്നിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് ഇറാൻ അതിൽ നിന്ന് കുറച്ചധികം ഡ്രോണുകൾ, അമേരിക്കയുടെ സ്റ്റെൽത്ത് ഡ്രോണിൻ്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള കുറച്ച് ഡ്രോണുകൾ നിർമ്മിച്ചു. അതാണിപ്പോൾ ഇറാൻ്റെ വിശ്വവിഖ്യാതമായ ഡ്രോണുകൾ എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. മാത്രമല്ല, ഈ അടുത്ത ദിവസം ഇറാൻ പരീക്ഷിച്ച 6000 കിലോമീറ്ററിൽ അധികം സഞ്ചരിക്കുന്ന ഒരു ഡ്രോൺ, അതിൻ്റെ പേരും ഫരീഷ എന്നാണ്. ആ ഡ്രോണിൻ്റെ ഒരു സാങ്കേതിക വിദ്യയും ഇങ്ങനെ അമേരിക്കൻ ഡ്രോണുകളിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക അഫ്ഗാനിസ്ഥാനിലേക്ക് വിക്ഷേപിച്ച ഡ്രോണുകൾ അഫ്ഗാൻ ഇറാൻ അതിർത്തിയിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത് അതിൻ്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയാണ് ഇത്തരം ഡ്രോണുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന ചില വിശകലനങ്ങൾ വരുന്നുണ്ട്. ഒപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഡ്രോണുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് സൗരോർജം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ്. ഇതിന് ഇന്ധനം വേണ്ട എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളുമൊക്കെ വരുന്നുണ്ട്. അതായത് ഇത് ഇറാൻ്റെ ഒരു ഡ്രോൺ ശേഖരത്തിലും ആയുധ ശേഖരത്തിലും വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുവാൻ തക്കവണ്ണമുള്ള ഡ്രോണുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ തങ്ങൾ ലെബനനിൽ വിക്ഷേപിച്ച, ഹിസ്ബുള്ളയെ കൊല്ലാൻ വിക്ഷേപിച്ച ഡ്രോണുകളൊക്കെ ഇങ്ങ് തിരികെ മിസൈലുകളൊക്കെ, ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെ പൊട്ടാതെ കിടക്കുന്നതൊക്കെ ഇങ്ങനെ തിരികെ തരൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. കാരണം അതൊക്കെ കൊണ്ടുപോയി ഇറാൻ അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ വികസിപ്പിച്ച് വേറെ രീതിയിൽ പുറത്തിറക്കി തങ്ങളെ തന്നെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരുപക്ഷെ മറ്റൊരു കാര്യം കൂടി ഉണ്ടാകാം. ഇത് റഷ്യയുടെ കയ്യിലെത്തിയാലും അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ച് വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ വരികയാണ്. മറ്റൊരു കാര്യം, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണമാണ്. ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ചെങ്കടൽ വഴി ഇറാൻ വലിയ രീതിയിൽ ആയുധങ്ങൾ ഹൂതികൾക്ക് കൈമാറുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഉപഗ്രഹങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇത്തരം ആയുധങ്ങൾ, വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഹൂതികൾക്ക് നൽകുന്നു. അത് ഇസ്രായേലിൻ്റെ സുരക്ഷയെ ബാധിക്കും. കൂടുതൽ അന്തർദേശീയ സമൂഹം കാര്യക്ഷമമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന ഒരു വലിയ ആവശ്യവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് പശ്ചിമേഷ്യ സംബന്ധിച്ച്. മറ്റൊന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂത സമുദായങ്ങളെ ഇപ്പോൾ ഇസ്രായേൽ പശ്ചിമേഷ്യയിലേക്ക്, അതായത് ഗസയിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും കൊണ്ടുവരുന്നു എന്ന വലിയ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 5000-ത്തിലധികം പേരെ ഘട്ടം ഘട്ടമായിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ കുടിയേറി പാർപ്പിക്കും എന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും തയ്യാറാക്കുകയാണ് ഇസ്രായേലും ഇന്ത്യയും ഒക്കെ. അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇസ്രായേലിലെ ജൂതന്മാർ സുരക്ഷാ കാര്യങ്ങൾ കൊണ്ട്, കാരണം നിരന്തരം യുദ്ധത്തിൻ്റെ നിഴലിലാണ് ഇസ്രായേൽ, സുരക്ഷാ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലെ ജൂത സമൂഹത്തിന് 2 രാജ്യങ്ങളിലെ പൗരത്വമുള്ള ആളുകളാണ്. മിക്കപ്പോഴും അവർ ഇസ്രായേലിലേക്ക് വന്നത് സുരക്ഷിതമായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. റഷ്യ,
പോളണ്ട്, അമേരിക്ക, ഫ്രാൻസ് മുതലായ സുരക്ഷിതമായ രാജ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അവർ തങ്ങളുടെ പൗരത്വമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. റഷ്യയിലേക്കും ബ്രിട്ടനിലേക്കുമൊക്കെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ക്ഷാമം, ഇസ്രായേൽ ജനക്ഷാമം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നൊക്കെ ആളുകളെ, ജൂത പശ്ചാത്തലമുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന നിഗമനം ചില മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവരെ കൊണ്ടുപോകുന്നത് കൂടുതൽ അപകടകരമായ ഗസയിലേക്കാണ്. അതായത് ഗസയിൽ അധിനിവേശം നടത്തുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇത്തരം ആളുകളെ കൊണ്ടുപോകുന്നത്. അത് എന്ന ചില, അതായത് സെറ്റിൽമെൻറ്റുകളിലേക്ക്, ജൂത സെറ്റിൽമെൻറ്റുകളിലേക്ക്, എപ്പോഴും ഗസയുടെ ഭാഗത്ത് നിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ജൂത സെറ്റിൽമെൻറ്റുകളിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് എന്ന ചില നിഗമനങ്ങളും വരികയാണ്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടുത്തെ മതനിരപേക്ഷരായ ആളുകളും, അതായത് സെക്കുലറായിട്ടുള്ള ആളുകളും സമാധാനകാംക്ഷികളും ഇസ്രായേൽ വിട്ട് അവരുടെ വന്ന രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വലിയ നിഗമനങ്ങളും നടക്കുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ.